രാവിലെ മുതൽ രാത്രി വരെ ഇടതടവില്ലാതെ പല കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരാണ് നമ്മുടെ സഹോദരിമാർ. കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നതിനിടയിൽ പലപ്പോഴും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ സ്ത്രീകൾ മറന്നുപോകുന്ന അവസ്ഥയുമുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും ഭയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയോ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. പലരും അങ്ങനെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇവരിൽ ഭൂരിഭാഗവും ചികിത്സ തേടുന്നത്. തിരുത്തപ്പെടേണ്ട പ്രവണതയാണിത്. ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള അജ്ഞതയോ ഭയമോ ഒക്കെയാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇവിടെയാണ് ഇത്തരം സംഘടനകളുടെയും ഇതുപോലുള്ള ക്യാമ്പയിനുകളുടെയും പ്രസക്തി. നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് അർബുദം എന്ന സന്ദേശം ഓരോ സ്ത്രീയിലും എത്തിക്കുക എന്നതാണ് പ്രധാനം. സ്തനാർബുദം ഒരു മാറാരോഗമല്ല, മറിച്ച് കൃത്യസമയത്ത് ചികിത്സ തേടിയാൽ പൂർണ്ണമായി അതിജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് അത് എന്ന് കേരളീയ സമൂഹത്തെ ആകെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ സ്ത്രീകളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയത്. സ്തനാർബുദം പോലുള്ള രോഗങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുടുംബചരിത്രത്തിൽ ക്യാൻസർ ഉള്ളവർക്കും 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും സൗജന്യമായി സ്ക്രീനിംഗ് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കി. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ നടന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ വൻ വിജയമായിരുന്നു. ഒരു വർഷം കൊണ്ട് 21 ലക്ഷം ആളുകൾ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരായി. അതിൽ രോഗമോ രോഗലക്ഷണമോ കണ്ടെത്തിയവർക്ക് ചികിത്സ ഉറപ്പാക്കി. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് നടന്നു വരികയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും മികച്ച ആരോഗ്യ പരിരക്ഷ നൽകുന്ന സംസ്ഥാനമാണ് ഇന്ന് കേരളം. മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി നമുക്ക് തുടരാൻ കഴിയുന്നുണ്ട്. കുറഞ്ഞ ശിശുമരണ നിരക്കിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. അടുത്തിടെ നമ്മുടെ സംസ്ഥാനത്ത് 1000 ജനനങ്ങളിൽ മരണനിരക്ക് 5 കുറഞ്ഞു എന്ന കണക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന സമ്പൽ സമൃദ്ധം എന്നവകാശപ്പെടുന്ന അമേരിക്കയിൽ 5.6 മരണനിരക്ക് എന്ന് നാം കാണുന്നു. ഇവിടെ
രാജ്യത്തെ ദേശീയ ശരാശരി 25 അപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ 5 എന്ന നിലയിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശിശുമരണ നിരക്കും മറ്റും കുറയാനിടയായത്? നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ ആരോഗ്യമുള്ള അമ്മമാരുണ്ട് എന്നത് വസ്തുതയാണ്.